RRB ഗ്രൂപ്പ് ഡിയിലേക്ക് അപേക്ഷ നൽകിയവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഏതൊരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ എക്സാമൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പോയി നമ്മളെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അധികവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ റിസൾട്ട് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ആയിരിക്കും നമ്മളറിയാം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അതിന് പ്രൂഫായിട്ടുള്ള അതിന് തെളിയിക്കുന്ന യാതൊരുവിധ ഡോക്യുമെൻറ്റ്സും നമ്മളെ കയ്യിലില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ സ്റ്റേജിലായിരിക്കും തിരിച്ചറിയുക. അപ്പോഴേക്കും നമുക്കത് അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ആകെ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള, അപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് അപേക്ഷ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിലും, ഇനി അതല്ല നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ കൊടുത്ത ഫോട്ടോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ക്ലിയർ ഇല്ല, സിഗ്നേച്ചർ ക്ലിയർ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് തിരുത്താനുള്ളൊരു അവസരം RRB തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് എന്തൊക്കെ തിരുത്താൻ പറ്റും, എന്തൊക്കെ തിരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമാക്കുന്ന വീഡിയോ, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മൾ ഏതൊരു എക്സാമിനും നമ്മൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ PYQസും അതിൻ്റെ ആൻസറോടെ ഗ്രീൻ കളറിലൂടെ ടിക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ RRB ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് ഇതിലേക്കാണ് നിങ്ങൾ വരിക. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നെയാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് PYQs ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തത് നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിന്ന് പ്ലേ സ്റ്റോർ, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GOCL എജുലാൻഡിൻ്റെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഞാൻ വളരെ താല്പര്യപൂർവ്വം വളരെ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നോട്ട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുക, PYQs ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എത്തിക്കാനും കുറച്ച് ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറച്ച് സമയം അധികം ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്തൊക്കെ ഇതിലേക്ക് ആക്കണം. അപ്പോൾ അതിൻ്റേതായുള്ള ടൈമിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നീട് ഇതിൽ വല്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല. ഇനി അങ്ങോട്ട് കുറച്ച് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ മാക്സിമം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എമൗണ്ട് എന്നുള്ള ലെവലിൽ വളരെ കുറഞ്ഞൊരു എമൗണ്ടിലാണ് നമ്മൾ ഇത് മെറ്റീരിയലൊക്കെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഓൾ കോഴ്സസ് എടുത്താൽ മതി. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ളത് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്, ആപ്പിൻ്റെ വെബ്സൈറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു സ്ലൈഡ് ചെയ്ത് പോകുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈ കോഴ്സസ് കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മൈ കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. മൈ കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ കൊടുത്ത കോഴ്സസ് ഒക്കെ ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ടെസ്റ്റ് സീരീസ് വേറെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം RRB ഗ്രൂപ്പ് ഡി ക്വസ്റ്റ്യൻസ് ആൻഡ് PYQs ആണ്, ആൻസേഴ്സ് മലയാളം. അപ്പോൾ 29 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അങ്ങനെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് പോകും കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം ബൈ നൗ എന്ന് കൊടുക്കാം. ബൈ നൗ എന്ന് കൊടുത്താൽ നിങ്ങൾ കൺഫേം ചെയ്യുക. ബൈ നൗ എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ട്, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇവിടെ ലോഡിങ് വരുന്നുണ്ട്, QR എനേബിൾ ആവും. ഇനി അതെല്ലാം നിങ്ങൾ UPI ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഗൂഗിൾ പേ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ATM കാർഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. 100 പേജോളം വരുന്ന PDF ആണ്. നിങ്ങൾക്ക് മലയാളത്തിലുള്ള PYQs ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ വാങ്ങാവുന്നതാണ്. ഓക്കെ, ഒരു സർവീസ് ചാർജ് എന്നുള്ള നിലക്കാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് തന്നെ കാണാം. ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ,
അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആ ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ 10 ദിവസം ത്തോളം, അതായത് നിങ്ങൾക്കൊരു ടൈം ഉണ്ട്, ഞാൻ പറഞ്ഞു ടൈം ഏത് മുതൽ ഏത് വരെ എന്നുള്ള ടൈം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൽ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാറ്റഗറി ഇതാണ് വരിക, 8 ഗ്രൂപ്പ് D 8 ആണ് വരിക. ഇതിൽ ഫോർമാറ്റ് ഓഫ് SC/ST അങ്ങനെ OBC അതിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ കോപ്പി എടുക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന OBCൻ്റെ ഒക്കെ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വന്നാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ളത് കാണാം. അതിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആധാർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ RRB നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട്, അതായത് പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ പാസ്വേഡിൻ്റെ ആവശ്യമില്ല, ലോഗിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ എന്ത് വരും, ആധാർ കാർഡ് അടിക്കാനുള്ള ആ ഒരു കോളം വരും. അതിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അടിക്കുക. ഈ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചാൽ നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ നമ്പറിലേക്ക് OTP എന്നാൽ നിങ്ങൾക്ക് OTP അടിച്ചെത്താൽ ലോഗിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്, ലോഗിൻ വിത്ത് RRB അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മെയിൽ ID യോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഏതെങ്കിലും കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ഇവിടെ ക്യാപ്ച കോഡ് ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി വെരിഫിക്കേഷനാണ്, നമുക്ക് അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ലോഗിൻ കൊടുത്താൽ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനാണ്. കുറച്ചും കൂടെ ഒരു ജസ്റ്റ് OTP നമ്മുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്കോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെൻഡ് OTP മെയിൽ അല്ലെങ്കിൽ സെൻഡ് OTP ഫോൺ. ഞാൻ അപ്പോൾ സെൻഡ് OTP ഫോണാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വരും. അങ്ങനെ OTP വന്നു, ഞാനിവിടെ OTP അടിച്ചു, ലോഗിൻ കൊടുക്കുന്നു. അങ്ങനെ ലോഗിൻ കൊടുത്താൽ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ ജനറൽ ഇൻസ്ട്രക്ഷനിലേക്കാണ് വരിക. ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നിലവിൽ ലൈവായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൊടുത്ത അപേക്ഷകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയുള്ളൊരു അക്കൗണ്ട് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കൂടുതലായിട്ട് എന്താണ്, ഞാൻ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിളിൻ്റെയും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ ആണ് ഇവിടെ കാണിക്കുന്നത്. അത് റിജക്റ്റഡ് എന്നാണ്. അത് ഞാൻ എന്തെങ്കിലും പേയ്മെൻറ്റും ചെയ്യാത്തതുകൊണ്ട് അത് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഒക്കെ സക്സസ് എന്നൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സ്റ്റാറ്റസും സക്സസ് ഉണ്ടാവും. ഇനി ഇവിടെ മോഡിഫിക്കേഷൻ സ്റ്റാറ്റസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക് മോഡിഫൈ എന്നുള്ള ഭാഗം കാണാം. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഇവിടെ കാണാം മോഡിഫൈ. ഈ മോഡിഫൈൻ്റെ അവിടെ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ മോഡിഫൈ എന്നുള്ള ആ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മാറ്റണം എന്നുള്ളവർ മാത്രം ഈ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാത്തൊരു വെറുതെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് എന്തെങ്കിലും എറർ ഉണ്ടാക്കണ്ട. ഓക്കെ, ആവശ്യമില്ലാതെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് എറർ ഉണ്ടാക്കണ്ട എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ മോഡിഫൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ പേജിലേക്കായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് എക്സാം മീഡിയം, നമ്മുടെ ഈ പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. അത് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കൊടുത്ത് സേവ് കൊടുത്ത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. അത് മാറ്റി നമ്മൾ അടുത്ത പേജ് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് അപ്രൻറ്റിഷിപ്പ് നിങ്ങൾ റെയിൽവേയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. പിന്നെ ബാങ്ക്, നമുക്ക് എക്സാം ഫീ റീഫണ്ടിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്, അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ഒരു പെൻസിൽ ബട്ടൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പാസിങ് ഇയറൊക്കെ നിങ്ങൾ തെറ്റായി കൊടുത്തതോ രജിസ്റ്റർ നമ്പർ തെറ്റായി കൊടുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇനി അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളാണ്. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്ത് അതേപോലെ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഫോട്ടോ സിഗ്നേച്ചറാണ്. ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫോട്ടോ സിഗ്നേച്ചർ മാറ്റാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈസി ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോ ഒക്കെ. എന്നാലും നിങ്ങൾ ഉറപ്പ് വരുത്തണം, മാനുവലി അത് ഓക്കെ ആയിട്ടുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്താം. പിന്നെ പ്രിഫറൻസ് നിങ്ങൾക്ക് അതൊക്കെ ചേഞ്ച് വരുത്താം. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത RRB നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് ചെന്നൈ ആണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്, അത് എനിക്ക് മാറ്റാൻ പറ്റില്ല. പ്രിഫറൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടോ ഒക്കെ നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പ്ലേസ് മാറ്റാം. അതൊക്കെ പ്രശ്നമില്ല. നിങ്ങൾ കൊടുത്ത ഓർഡർ കാറ്റഗറി നമ്പർ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ ചെയ്യാം എന്ന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് RRB മാറ്റാൻ പറ്റില്ല. ചെന്നൈ കൊടുത്തവർ ചെന്നൈയിലേക്ക് തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേയ്മെൻറ്റിലേക്കാണ് അടുത്ത് പോവുക. ഓക്കെ, അടുത്ത് നമ്മൾ പ്രിവ്യൂ ആണ്. പ്രിവ്യൂ നോക്കി നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഉണ്ടാവും. പ്രിവ്യൂ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം.
അങ്ങനെ നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ജനറേറ്റ് OTP അതല്ലെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും പാടെ ഇവിടെ നോക്കുക, പ്രിവ്യൂവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ അത് എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് ഇതുപോലെ വരിക. എന്നിട്ട് പ്രിവ്യൂ നിൽക്കുക, എന്നിട്ട് വീണ്ടും ഇവിടെ കാണാം ജനറേറ്റ് OTP. അപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. അങ്ങനെ ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ നമുക്ക് OTP ഫില്ല് ചെയ്യാനുള്ളൊരു ഭാഗം വരും. അത് നമ്മുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ടാകും, അത് ഫില്ല് ചെയ്യുക. അങ്ങനെ OTP നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വെരിഫൈ OTP എന്ന് കൊടുക്കുക. അത് കൊടുത്താൽ നേരെ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് കാണുന്ന പോലെ അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ വരും. അതിൽ നിങ്ങൾക്ക് മോഡിഫൈ എന്നുള്ളപ്പോൾ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി പേ നൗ എന്നുള്ളതുണ്ടാവും. ആ പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മോഡിഫിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 250 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മോഡിഫിക്കേഷന് നമ്മൾ ചാർജായിട്ട് കൊടുക്കേണ്ടത് RRBക്ക് കൊടുക്കേണ്ടത് 250 രൂപയാണ്. അത് റീഫണ്ട് ഒന്നും ഉണ്ടാവില്ല, 250 രൂപയും നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് മോഡിഫൈ ചെയ്യണമെന്ന് വളരെ കൃത്യതയോടെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും എറർ വന്ന് ലാസ്റ്റ് ഉള്ളതും പാടെ നിങ്ങൾ എന്താക്കേണ്ട, അപേക്ഷ പ്രശ്നത്തിലേക്ക് ആക്കണ്ട. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ മോഡിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ ഇതിൽ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇല്ലേ, ഫോൺ നമ്പർ, മെയിൽ ID, നിങ്ങളുടെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഈ കൊടുക്കുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ID, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചൂസ് ചെയ്ത RRB അതോടൊപ്പം നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമ്മുടെ പേര് ഇതാ അവിടെ കാണാം, നിങ്ങൾക്ക് മെയിൽ ID, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് GeoCL എജുലാൻഡിന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് RRBയുടെ ഗ്രൂപ്പ് Dയുടെ മലയാളം PYQs ആണ്. ഓക്കെ, അതിൻ്റെ ആൻസറുണ്ട് അതിൽ. പിന്നെ അതുപോലെ വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.